ലണ്ടൻ ബ്രിഡ്ജ് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ബക്കിംഗ്ഹാം പാലസിലേക്കാണ്. ഇവിടെ നിന്നും കുറച്ചു നേരം ട്യൂബിൽ സഞ്ചരിച്ചാൽ ഞങ്ങൾക്ക് ബക്കിംഗ്ഹാം പാലസിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്യൂബ്. ഇനി അല്പസമയത്തിനുള്ളിൽ ബക്കിംഗ്ഹാം പാലസിൽ എത്തിച്ചേരാനാകും. ട്യൂബ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളിപ്പോൾ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് ഉപയോഗിച്ചും നമുക്ക് മുകളിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിൽ എത്തിച്ചേർന്നു. വിശാലമായ ഒരു പാർക്ക് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളം ആൾക്കാർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ധാരാളം ചാരുകസകൾ ഇട്ടിരിക്കുന്ന കാണാം. വെയിൽ കായാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് നടന്നു. ഇവിടെ ധാരാളം മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ധാരാളം പേര് ഈ മരത്തിന്റെ ചുവട്ടിൽ പുല്ലിന്റെ മുകളിലായിട്ട് ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം പാർക്കിൽ കൂടി നടന്നു. അകലെയായി പാലസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാലസിന്റെ മുമ്പിലായുള്ള വലിയ ഗേറ്റ് അടഞ്ഞാണ് കിടക്കുന്നത്. വേറൊരു ഗേറ്റിൽ കൂടി ഞങ്ങൾ അകത്ത് കയറി. ഇവിടെ പല തരത്തിലും വലിപ്പത്തിലുമുള്ള ശില്പങ്ങളും സ്തൂപങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് താഴെയായി വാട്ടർ ഫൗണ്ടെയിനും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ലോകപ്രസിദ്ധമായ ബക്കിംഗ്ഹാം പാലസ്. രാത്രി ആയപ്പോൾ ലണ്ടൻ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ സമയം രാത്രി 7 മണിയാകാറായി. ധാരാളം സഞ്ചാരികൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ മുഴുവൻ പാട്ടും നൃത്തവുമൊക്കെയായി ആൾക്കാർ വളരെയധികം എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഒരു വലിയ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞാൻ പതുക്കെ അടുത്തേക്ക് ചെന്ന് നോക്കിയതാണ്. ഇവിടെ ഒരാൾ നൃത്തം ചെയ്യുന്നുണ്ട്. അതിന് ചുറ്റും കൂടി നിൽക്കുന്നവർ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നവരാണ്. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു. നല്ല തിരക്കാണ് ഇവിടെ മുഴുവൻ. എവിടെ നോക്കിയാലും ആൾക്കാരുടെ നല്ല തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചുറ്റി നടന്ന് കാണാൻ നിറയെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ധാരാളം റിക്ഷകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നത് ചെറിയ ഒരു ക്ലോക്ക് ടവറാണ്. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ ടവറിലെ ബെല്ലുകൾ മുഴങ്ങുകയും അതുപോലെ ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്ന ആ ഭാഗം കറങ്ങുകയും ചെയ്യും. അതുപോലെ അതിനകത്ത് ചില സ്റ്റാച്ചുകളൊക്കെ ഓരോരോ ആക്ഷനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചുറ്റും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ ആ ഒരു ടവറിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു. ഇവിടെ നിറയെ സ്ട്രീറ്റ് ഫുഡ് ലഭിക്കുന്ന കടകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഹോട്ടലുകളുമുണ്ട്. ധാരാളം പേര് പുറത്ത് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ ഫുഡ് കഴിക്കുന്ന പുറത്തും കൂടെ സീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ശരവണ ഭവൻ കണ്ടു. അങ്ങനെ ശരവണ ഭവനിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറുകയാണ്. ഇവിടെ നല്ല ക്യൂ ആണ് പുറത്ത്. കുറച്ച് നേരത്തെ ശേഷം നമുക്ക് ഫുഡ് ലഭിച്ചു. നെയ്റോസ്റ്റും ചട്നിയും ഒക്കെ നമ്മൾ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം വെറുതെ കുറച്ച് നടക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ അടുത്തായാണ് ലണ്ടൻ ഐ ഉള്ളത്. രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് ലണ്ടൻ ഐ കാണാൻ. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സ്ട്രീറ്റ് റേസേഴ്സ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അവർ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് ഓടിച്ചുകൊണ്ട് ബൈക്കിൽ അഭ്യാസ പ്രകടനം തുടർന്നു. പെട്ടെന്ന് തന്നെ എവിടെ നിന്നോ പോലീസ് വണ്ടിയും ഇങ്ങോട്ടേക്ക് എത്തി. പോലീസ് വണ്ടി വന്നപ്പോൾ ബൈക്കുകാർ വേറെ എങ്ങോട്ടോ പോയി. പക്ഷേ വേറെ കുറച്ച് കാറുകാരും അതേപോലെ തന്നെ ഈ ബൈക്കുകാരും വേറെ കുറച്ച് അപ്പുറം മാറി വേറെ സ്ഥലത്ത് വീണ്ടും അവർ സൗണ്ടൊക്കെ വെച്ച്, അതായത് മോഡിഫൈഡ് സൈലൻസറൊക്കെയാണ് ഇവർ വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതൊക്കെ വെച്ച് സൗണ്ടൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി തുടങ്ങി. പോലീസ് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ ധാരാളം വണ്ടികൾ കിടപ്പുണ്ട്. ഇതെല്ലാം മോഡിഫൈഡ് വണ്ടികളാണ്. എല്ലാം സൈലൻസർ മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെയാണ്. ഇപ്പോൾ അവരുടെ വണ്ടികൾ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്ന വണ്ടികളൊക്കെ മാറ്റി. ഇപ്പം ഇതിനിടയ്ക്ക് പബ്ലിക്കിൻ്റെ വണ്ടികളുമുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ വണ്ടികളുമുണ്ട്, ഇവരുടെ ബൈക്കുകളുമുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടികൾ തമ്മിൽ തിരിച്ചറിയാൻ വലിയ പാടാണ്. പക്ഷേ ഇവരുടെ വണ്ടികൾ എല്ലാം തന്നെ മോഡിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും. ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെയുള്ള സ്ട്രീറ്റ് റേസേഴ്സും അതുപോലെ തന്നെ അവരെ പിന്തുടർന്ന് വരുന്ന പോലീസ് വണ്ടികളുമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പോലീസുകാർ ഇവരുടെ പുറകെ പോയിട്ടും ഇവരെ പിന്തിരിയാൻ തയ്യാറല്ല. ഇവരെല്ലാം ബൈക്കും അതുപോലെ കാറുകളും എല്ലാം ഫുള്ളിങ്ങനെ റേസ് ചെയ്ത് ഈ സൈലൻസർ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ അവർ ഇവിടെ തന്നെ തുടരുകയാണ്. പോലീസും ശരിക്കും ഒന്നും ചെയ്യുന്നില്ല. അവർ വണ്ടിയിൽ ഇരിക്കുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ വഴി ഫുള്ള് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിലും ഒത്തിരി പേരും ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നടക്കുന്നുണ്ട്.
പക്ഷേ ശരിക്കും ഭയങ്കരമായിട്ട് ശരിക്കും കളം മൂത്തു എന്ന് പറയാം. നമ്മുടെ കോളേജിലൊക്കെ ഓട്ടോ ഷോ നടത്തുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഇവര് ടയറൊക്കെ ഇട്ട് ശരിക്കും റേസ് ചെയ്ത് ഫുള്ള് ഇവിടെ പുകച്ചുകൊണ്ടിരിക്കുവാണ്. അതേപോലെ തന്നെ കാറൊക്കെ ആണെങ്കിലും ഫുള്ള് മറ്റേ സയൻസ് മറ്റേ തീ കത്തിച്ചുള്ള പരിപാടിയാണ്. ഫുള്ള് ആകപ്പാടെ ഒരു ബഹളം ഉള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. എല്ലാവരും ബൈക്കുകാരൊക്കെ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങുവാണ് കേട്ടോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പല ബൈക്കിൻ്റെയും, അതായത് ബൈക്കുകളെ മിക്കതിൻ്റെയും ബാക്കിൽ നമ്പർ പ്ലേറ്റ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുപോലെ കാറുകളുടെയൊക്കെ മുൻപിലാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് കാണാൻ സാധിക്കത്തില്ല കേട്ടോ. പിന്നെ നമ്പർ പ്ലേറ്റ് ഉള്ളതൊക്കെ ഉണ്ടെങ്കിലും പലതും ഫേക്കായി ചുമ്മാ പേരുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ പുറകെ തന്നെ ആൾക്കാരും പോവുകയാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഇപ്പം വൈകിട്ട് കാണാൻ വന്ന സഞ്ചാരികൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓട്ടോ ഷോ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നവർക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ കാറിൻ്റെയൊക്കെ ബാക്കിൽ തീ കത്തുന്നതാണ് കേട്ടോ. ഒരു മഞ്ഞ ഒരു റിഫ്ലക്ഷൻ പോലെ ആൾക്കാരുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ എല്ലാ വണ്ടികളും പൊക്കോണ്ടിരിക്കുകയാണ്. ബൈക്കുകാരൊക്കെ എല്ലാവരും തന്നെ പോയി. ഇനിയിപ്പം കാറുകളൊക്കെയാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. പോലീസുകാരൊക്കെ ഇവിടെ ഒന്നും ചെയ്യാനാവാതെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ എന്നെനിക്കറിയില്ല. നമ്മളങ്ങനെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ തേംസ് നദിയുടെ മേളിക്കൂടെയുള്ള ചെറിയൊരു പാലത്തിൽ കൂടെയാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കാൻ വേണ്ടിയുള്ള ഒരു പാലമാണിത്. നിറയെ ലൈറ്റുകളും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല വെട്ടമുണ്ട് ഇതുവഴി നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നിടത്ത് ട്യൂബ് സ്റ്റേഷനിലേക്കാണ്. ഇനി നമ്മൾ ട്യൂബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാസിനോയിൽ നമ്മൾ പോകാൻ പോവുകയാണ്. അതായത് ഞാൻ ഇതേവരെ കാസിനോയിൽ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു കാസിനോയിൽ പോകുന്നത്. എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളങ്ങനെ ട്യൂബ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ ഇതുണ്ടോ, ഹാരി പോട്ടറിൻ്റെ ഒരു തിയേറ്റർ കാണാം. നമുക്കറിയാം നമ്മുടെ ഒരു ഫേമസ് എന്താ പറയുന്നത് ഒരു സംഭവമാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്ലേ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറി ഇരുന്നതിൻ്റെ പ്ലേ ഒക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് കിട്ടുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നടന്നു വന്ന വഴിക്ക് യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. അങ്ങനെ നമ്മൾ കാസിനോയിൽ കയറി. ഹിപ്പോഡ്രോം എന്നാണ് ഈ കാസിനോയുടെ പേര്. ഇവിടെ നമുക്കറിയാം ശരിക്കും മലയാളത്തിലുള്ള ചൂതുകളി എന്നാണ് പറയുക. അതായത് കാശ് വെച്ചുള്ള കളികളാണ് ഇവിടെ ഫുള്ള് നടക്കുന്നത്. നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് നാട്ടിലെ പോലെയല്ല, നമുക്കിവിടെ ഫുള്ള് ഇതുപോലെ കാശ് വെച്ച് പല ഗെയിമുകൾ കളിക്കാം. എന്നിട്ട് കാശ് കിട്ടുവാണെങ്കിൽ കാശ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ചിലപ്പം കയ്യിൽ നിന്ന് കാശ് പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിത് കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഫുള്ള് കോയിനുകൾ വെച്ചിട്ടാണ്. നമ്മൾ ഡയറക്റ്റ് പൈസ നോക്കുന്നില്ല, നമ്മൾ പൈസ കൊടുത്തിട്ട് കോയിൻ വാങ്ങിക്കുകയാണ്. പല കളറുള്ള കോയിനുകളാണ്. മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, ഓറഞ്ച്, അങ്ങനെ പല കളറുകളുള്ള കോയിനാണ്. ഓരോ കോയിനും ഓരോ വാല്യൂ ആണ്. എന്നിട്ട് അവസാനം എത്ര കോയിനാണ് നമുക്ക് കിട്ടുന്നത് ആ കോയിൻ വെച്ചിട്ട് നമ്മളോട് കൊടുത്തിട്ട് നമ്മൾ പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ കാസിനോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഫുള്ള് പബ്ബുകളുടെ ഒരു ഏരിയ ആണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു നല്ലൊരു പബ്ബ് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് കയറണം. അതാണ് ഇനി അടുത്ത പ്ലാന്. അതിനുവേണ്ടി നമ്മൾ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. നമ്മളങ്ങനെ ഒരു പബ്ബിൽ കയറി. ഇതൊരു പഞ്ചാബി പബ്ബാണ് കേട്ടോ. ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്. നമ്മളൊരു ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ പാട്ടും പതുക്കെ ഡാൻസൊക്കെ ആയിട്ട് ഇവിടെ കൂടി നല്ല ഒരു ആംബിയൻസ് ഉള്ള പബ്ബാണ് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു പബ്ബാണ്. കൂടുതലും ഇവിടെ ഇന്ത്യൻ പാട്ടുകൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ഇവിടുത്തുകാരുമുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടുകാരും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മലയാളം പാട്ടും ഇവർ ഇട്ട് തന്നു. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു ഈ പബ്ബിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാം മതിമറന്നാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. കാരണം ഇന്ന് നൈറ്റ് നമ്മൾ ഫുള്ള് എൻജോയ് ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് എൻജോയ് ചെയ്യുകയാണ് ഇവിടെ. അങ്ങനെ പബ്ബിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിലാണ്.
ഇനി നാളെ രാവിലെ നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ ലണ്ടൻ ബ്രിഡ്ജ് ഒന്നുകൂടെ ഒന്ന് കാണാൻ വിചാരിച്ചു. ഇത് നോക്കിക്കുക, നല്ല രസമാണ് നൈറ്റിൽ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നൈറ്റിൽ ഇങ്ങോട്ടേക്ക് എത്തിയത്. പിന്നെ ഈ സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവഴി നടക്കാനൊക്കെ പറ്റും. ഇവിടെ ലണ്ടനിൽ തന്നെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും രാത്രി പോയി കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. കാരണം എല്ലായിടത്തും ഫുൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് പ്രത്യേക നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ നേരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഹൈറ്റുള്ള ആ ഒരു ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർഡ് ടവറാണ്. അതായത് അതിൻ്റെ ടോപ്പ് തന്നെ നോക്കിയേ, ബാക്കി താഴ്ഭാഗത്തിനേക്കാളും ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ടോപ്പ് കാണാൻ വേണ്ടിയിട്ട്. ഒരു എന്താ പറയുന്നത്, ഒരു ചില്ലിക്കൂടാരം പോലെയൊക്കെയാണ് അതിൻ്റെ ഏറ്റവും അറ്റം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് ആണെങ്കിൽ തന്നെയും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വേറെ ഒരു വൈബാണ്. അതുപോലെ തന്നെ രാത്രി ആയതുകൊണ്ട് ഇപ്പം ഏകദേശം 1:30-2 മണിയോളമായി. ഈ സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിൽ തന്നെയും വലിയ തിരക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ വീഡിയോയിൽ ലണ്ടൻ ബ്രിഡ്ജ് പൊക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ നടുഭാഗം, അതായത് 2 വശത്തേക്ക് പോകുന്നതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗമാണ്. ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് 2 വശത്തേക്കായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നത്. ആ ഒരു ജോയിൻ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് ഫുള്ള് നടന്ന് കണ്ടതിന് ശേഷം താഴ്ഭാഗത്തേക്ക് ഇറങ്ങി. നമ്മൾ രാവിലെ നമ്മൾ നിന്നപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് പൊങ്ങുന്നത് നമ്മൾ കാണാൻ വേണ്ടി നിന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടോ നമുക്ക് ശരിക്കും ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. ഈ കാണുന്ന കണ്ടത് ശരിക്കും ഒരു കുറുക്കൻ പോകുന്നതാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുന്നെയാണ് ഇവിടെ കണ്ടത്. ആദ്യമായിട്ടാണ് ഒരു കുറുക്കനെ നേരിട്ട് കാണുന്നത്. അതും ശരിക്കും ഒന്ന് ആലോചിക്കും, ഇത്രയും വലിയ സിറ്റിയിലാണ് ഒരു കുറുക്കൻ വന്നിരിക്കുന്നത്. അതുപോലെ ഇതാണ് കേട്ടോ ശരിക്കുമുള്ള ലണ്ടൻ ബ്രിഡ്ജ്. നമ്മൾ ശരിക്കും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജാണ്. ഈ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ടവറുകളില്ല. അതുപോലെ തന്നെ ഇത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഉയർത്താനും പറ്റത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. നമ്മൾ ഇവിടെ നിന്നും ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ലിവർപൂളിനാണ്. ലിവർപൂളിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ തിരിച്ച് ബെൽഫാസ്റ്റിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്ത് നമ്മളെത്തി. ഞാനൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് മുട്ടയുണ്ട്, അവക്കാഡോ ഉണ്ട്, സാൽമൺ ഉണ്ട്, സ്പിനാച്ച് ഉണ്ട്, പിന്നെ ഗ്രീൻ ബീൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മുട്ട മാത്രമേ കുക്കിടുള്ളൂ, ബാക്കിയെല്ലാം പച്ച സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ സാൽമൺ മീൻ പച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ മീൻ കഴിച്ച് പ്രത്യേകിച്ച് വേറെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ ടേസ്റ്റും ഇല്ല. അങ്ങനെ ചെറിയ എന്തോ ഒരു എന്താ പറയുന്നത്, ഒരു പച്ച സാധനം കഴിക്കുന്ന പോലെ, നമ്മൾ ഈ മുട്ടയുടെയൊക്കെ വെള്ളയൊക്കെ പച്ച കഴിക്കുന്ന പോലെ തന്നെ ഒരു ഒരു അങ്ങനത്തേലൊക്കെ ഏകദേശം ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലിവർപൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ളൊരു വഴി കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ടൗണിൻ്റെതായ കെട്ടിടങ്ങളൊന്നും നമുക്ക് കാണാനില്ല. ഫുള്ള് ഒരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പാണ്. അതായത് ഫുള്ള് മരങ്ങളും പുല്ലുകളും ഒക്കെയുള്ള നല്ലൊരു ഗ്രീനറി വഴിയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോകുന്നു. ഇപ്പം നല്ല ടൗണിലായി, നല്ല തിരക്കാണ്. അകലെയായിട്ട് കാണുന്നത് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജാണ്. അതിന് മുന്നിൽ കാണുന്ന ഷിപ്പ് BMS ബെൽഫാസ്റ്റ് ആണ്, വാർഷിപ്പാണ്. ആ ഷിപ്പിൽ നമുക്ക് കയറാവുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറാവുന്നതാണ്. ഏകദേശം 9 നിലകളാണ് കേട്ടോ ഉള്ളത്. 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച ഒരു വാർഷിപ്പാണ്. അതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് ഇവിടെ ഇപ്പം മൂവ് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ കുറച്ച് ദൂരോടെ വന്നു കേട്ടോ. അതായത് ഇപ്പം റോഡിനെ 2 വശവും ഫുള്ള് നിറയെ കെട്ടിടങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമായി. ഇനി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി. ഇനിയിപ്പം നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു സ്ട്രീറ്റിലേക്ക് പോകണം. ഇവിടെ അടുത്തൊരു സ്ട്രീറ്റ് ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലെത്തി. ഇത് ഫുള്ള് ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഭയങ്കര ചീപ്പാണ് ഡ്രസ്സിൻ്റെയൊക്കെ വില. നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെയാണ്. അതുണ്ടോ, 2 എണ്ണമൊക്കെ 5 പൗണ്ട്, അതായത് ഏകദേശം 500 രൂപയൊക്കെ 2 ഡ്രസ്സിനൊക്കെ വരുന്നുള്ളൂ.
കടകളുടെ പുറത്തേക്ക് ചെറിയ സ്റ്റാൻഡ് ഇട്ടിട്ട് ഇവർ ഡ്രസ്സ് റോഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ റോഡെല്ലാം ക്ലോസ്ഡ് ആണ്. ഇതുവഴി വണ്ടിയൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റോഡിലൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ മാപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്ട്രീറ്റിൻ്റെ അല്ല, ഇവിടുത്തെ ഒരു ഏരിയയുടെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓരോ സ്ട്രീറ്റൊക്കെ കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസും ഒക്കെ ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ട്രീറ്റിൽ നിന്നും പോന്നിട്ട് ഞങ്ങളൊരു ഇൻഡോർ മാർക്കറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പലവിധ സാധനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല രീതിയിലുള്ള ആർട്ട് വർക്കുകൾ, ഡ്രസ്സുകൾ, അതുപോലെ പല സാധനങ്ങൾ. നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാൽ നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ തോന്നും, അങ്ങനെ പല സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളുകളുമുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അതായത് ലിവർപൂൾ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് എയർപോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടങ്ങളൊക്കെ പല രീതിയിലുള്ള കെട്ടിടങ്ങളാണ്. അതായത് വളരെ വ്യത്യസ്തമായ, വളരെ ഭംഗിയുള്ള കെട്ടിടങ്ങളാണ് എല്ലാം. ഫുള്ളിങ്ങനെ ഒരു ചില്ല് കൊട്ടാരങ്ങൾ പോലെയാണ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തിരക്കാണ്. ഇനി നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകണം. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. നമുക്ക് പോകുന്ന ഫ്ലൈറ്റാണ് താഴെ കിടക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലിൻസ് ടെക്.